ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 46 ആണ് കേട്ടോ ആയത്. അപ്പൊ ഇന്ന് നമ്മുടെ ഹോട്ടൽ ടാസ്കിന്റെ ആ ഒരു ബാക്കി ആയിരുന്നു നടക്കാനായിട്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ചതെങ്കിലും രാവിലെ 5 മണിക്കൊക്കെ കുത്തിപ്പൊക്കി പാട്ടൊക്കെ ഇട്ട് ടാസ്ക് ചെയ്യാൻ വേണ്ടി എണീപ്പിച്ചത്. ഇന്ന് ടാസ്ക് നടന്നു. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ബി ഹോട്ടൽ ടാസ്ക് നടന്നായിരുന്നോ? എല്ലാ ദിവസത്തെയും പോലെ തന്നെ നടന്നുപോയില്ലേ? എല്ലാ ദിവസത്തെയും പോലും നടന്നുപോയി. എനിക്ക് തോന്നുന്നില്ല ഇനി റിയാസ് ഒരിടത്തും ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. തലയ്ക്ക് കൈവച്ച് മതിയാക്കിയിട്ടാണ് കേട്ടോ പോയത്. ചെവിയൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുവായിരുന്നു. അതെ, അത്രയ്ക്ക് ബോറാക്കാൻ പറ്റുമോ അത്രമാത്രം ഇന്ന് ബോറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ അനീഷിനെ പറ്റി തന്നെയാണ്. അനീഷ് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഓക്കെ ആണെങ്കിലും ചിലയിടത്ത് ഓവറായിട്ട് ആള് വാശി കാണിക്കുന്ന ഒരു രീതി പോലെ തോന്നിട്ടോ. ആൾക്കൊന്നും ഒരു തൃപ്തിയല്ല, എല്ലാത്തിനും ഒരു ഓവറായിട്ടുള്ള ഒരു വാശിയുള്ള പോലെ തോന്നി. കാരണം ഇന്നലെ വന്നിട്ടാണെങ്കിലും പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടന്നു, അത് ഓക്കെ. പക്ഷെ ഇന്നും അതേ രീതി തന്നെ കൊടുത്ത് ഇപ്പോ സ്റ്റാർസിനോടാണെങ്കിലും തൃപ്തിയില്ല, ഒരു കാര്യത്തിനോടും ഒരു തൃപ്തിയില്ലാത്ത ഒരു രീതിയിലാണ് അനീഷ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ട്. അതിപ്പം ഞാൻ ഇന്ന് ലൈവ് കണ്ടപ്പോൾ തന്നെ ഒരു സ്റ്റോർ റൂമിൽ ഒരു കാര്യം വന്നാൽ അത് അനീഷിന് ആദ്യം പോയി എടുക്കണം, അതൊരു വാശിയാണ്. അങ്ങനെ പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്തൊരു വാശി കാണിക്കുന്ന ഒരാളായിട്ട് ഇപ്പൊ ഒരുപാട് അങ്ങോട്ടാകുമ്പോൾ നമുക്ക് ബോറാവുമല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത് ഡേ വൺ തൊട്ടേ ഉള്ളതാണ് ആ വാശി, അത് ആളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അടുത്ത പറയേണ്ടത് ഷാനവാസ് നെവിന്റെ ഒരു ഇഷ്യൂ. അത് ഷാനവാസ് ഇന്ന് വളരെയധികം മോശമായുള്ള പദപ്രയോഗങ്ങളും പല വാക്കുകളും അത് റിയാസിനെതിരെയും നെവിനെതിരെയും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ മോശമായി പോയി. പുള്ളിക്കാരൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം കാര്യങ്ങൾ, അത് നമുക്കൊന്നും അറിയത്തില്ല. കാര്യം കൃത്യമായിട്ട് നമുക്കൊരു അറിവില്ല അത് നടന്ന കാര്യം. ആള് 100% ഉറപ്പോടെയാണ് നിൽക്കുന്നത്. നെവിനും അതേ കണക്ക് തന്നെ നല്ല ഉറപ്പോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്താവും എന്നൊരു ഐഡിയ ഇല്ല. വളരെ മോശപ്പെട്ട ഇതുവരെ സീസണിൽ ഇല്ലേ ഇങ്ങനെ ഒരു ടോപ്പിക്കുകളൊന്നും വന്നിട്ടില്ല. ഇത് ലാലേട്ടൻ വന്നിട്ട് എങ്ങനെ സംസാരിക്കുവോ? അതെ. അപ്പോ പിന്നെ ഇന്ന് ഷാനവാസിലെ ടാസ്കിലാണെങ്കിൽ തന്നെ ആള് പറയണ ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല, അനീഷ് പറയണ ഒരു ടൈം ഉണ്ട്. ഇതൊക്കെ വളരെ മോശമാണ്. കാരണം ബിഗ് ബോസ് വിളിച്ചെണീപ്പിച്ച് ടാസ്ക് തുടങ്ങിയത് പറഞ്ഞാൽ ടാസ്ക് തുടങ്ങിയത് തന്നെയാണ്. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഡ്രസ് ഇടാതെ ലേറ്റ് ആയതൊക്കെ അത് അവരവരുടെ കുറ്റമാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, രാവിലെ ഷാനവാസ് എണീറ്റ് മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുമാതിരി ദേഷ്യവും രാവിലെ തന്നെ. മിക്ക ദിവസങ്ങളിലും ഷാനവാസ് രാവിലെ ഭയങ്കര ദേഷ്യത്തിലും വഴക്കൊക്കെ ഇടുകയൊക്കെ ചെയ്യും ആരെങ്കിലും സംസാരിക്കാമെന്നില്ല. പിന്നെ അത് മാത്രല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ബി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതിൽ വെച്ചിട്ട് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. മാത്രമല്ല ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ലൈവ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒറ്റ നേരം പോലും മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകും കേട്ടോ. പക്ഷെ ഇവിടെ ബി ഹോട്ടൽ കൊടുത്തിട്ട് പോലും അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അത് നന്നായിട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ടാസ്കുകൾ ചെയ്തിട്ട് ഏത് ടാസ്കാണ് ഇവർ മര്യാദക്കൊന്നും ചെയ്തിട്ടുള്ളത്? അതെ, ഓരോരുത്തർക്ക് കൊടുത്ത റോള് ഇന്നയാളെന്നില്ല, എല്ലാവരും അത് കണക്ക് തന്നെയാണ് കാട്ടിക്കൂട്ടിയത്. എല്ലാവരും ഓരോരുത്തർക്ക് കൊടുത്ത റോള് തോന്നുന്ന കണക്കൊക്കെ ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ലാതെ വേറൊരു കാര്യമില്ലായിരുന്നു. ബി ഹോട്ടൽ ടാസ്ക് ആണെന്ന് കൂടി മനസ്സിലാവുന്നില്ല. അതിനനുസരിച്ച് ഗസ്റ്റ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരും ലാസ്റ്റ് അവരുടെ വഴിക്ക് അതിരണ്ടി വന്നു. പിന്നെ ഇതില് എനിക്കിപ്പോ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഷാനവാസിന്റെയും നെവിന്റെയും ഇഷ്യൂ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, നമുക്ക് അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാനുള്ള ഒരു അധികാരമില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. ഷാനവാസ് പറയുന്നത് ഷാനവാസിന് 100% ഷുവർ ആണ് അതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പുറത്തെ നെവിൻ പറയുന്നു നെവിന് 100% ഷുവർ ആണ് അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും കാത്തിരിക്കുന്നത് ശനിയാഴ്ച നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഇതിനോട് തീർപ്പെടുക്കാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ചിലത് മാറ്റിയതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ. അതായത് ഷാനവാസ് നമ്മുടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഷാനവാസ് നമ്മുടെ നെവിന്റെ പാത്രം എടുത്ത് തട്ടി മാറ്റിയപ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിന്റെ ദേഷ്യത്തില് അത് കഴിഞ്ഞിട്ടുണ്ടായ ആ ഒരു നോമിനേഷനിൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് ഇതിന്റെ തലേ ദിവസം രാത്രിയിൽ ഓണിയലും ഷാനവാസും അഭിലാഷും കൂടെ ലൈവിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ
ഇങ്ങനെ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നെവിൻ ആദ്യം ഇവരുടെ കൂടെ ആയിരുന്നു, പിന്നെ അവരുടെ അടുത്തുനിന്ന് മാറി, പിന്നെ ഫാൻ സോണിൽ അനുവിന് കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി. അവനെ ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറത്തില്ല, അവന് കുറെ തിന്നുകൊടുത്ത് നടക്കണം, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന് പറഞ്ഞോളും, ഞാൻ അവനെ അതായത് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അവനെ ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ തലേന്നേ ഓൾറെഡി നമ്മുടെ ഷാനവാസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഈ ഒരു മലയാളി എടുത്തതും പ്രശ്നം വരുന്നതും അത് കഴിഞ്ഞിട്ട് വന്ന് ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഷാനവാസ് പറഞ്ഞത് പ്രവീണിനോടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പ്രവീണിനും അതേപോലെ തന്നെ അഭിലാഷിനോടും മുനിയനോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ തന്നെ നമ്മുടെ പ്രവീൺ വന്നിട്ട് പറഞ്ഞു ചെറിയ മോശമായ രീതിയിൽ പോലെ അവൻ എൻ്റെ അടുത്ത്, അങ്ങനെ മോശമായ രീതിയിൽ നിന്നല്ല, ഇച്ചിരി ഓവർ ടച്ച് ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷെ അത് എൻ്റെ അടുത്ത് മാത്രമല്ല അവിടെ ഗേൾസിനോടാണെങ്കിലും അവൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്, അതൊരു മോശമായ രീതിയിലല്ല ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പ്രവീൺ ഓൾറെഡി പറഞ്ഞു. ഇപ്പോ ഇന്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതില് നമ്മുടെ അഭിലാഷും ഒണിയിലും വന്നിട്ട് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ കാര്യമല്ല സംസാരിച്ചത്, വേറൊരു കാര്യം സംസാരിച്ചത്, വെറുതെ വളച്ചൊടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഷാനവാസ് പറഞ്ഞ ആ ഒരു കാര്യം മാറി. പിന്നെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് നെവിൻ പോയ ടൈമിൽ പറഞ്ഞു ഇതൊരു എന്റെ കണ്ടന്റ് പോയി, എന്റെ സംഭവം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് പറഞ്ഞത് ഇത് അതിന് മുന്നേ നടന്ന സംഭവമാണ്, വന്നതിന് അതായത് നെവിൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നടന്ന സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് ആ ടൈമിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സാബു മാം ഇതൊരു കണ്ടന്റ് ആണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ നെവിൻ നമ്മുടെ ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാല് പോയി വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് കേട്ടോ. അപ്പം അത് രണ്ടും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഷാനവാസ് പറയുന്നത്. പക്ഷെ എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മളിത് ജഡ്ജ്മെന്റ് ചെയ്യാൻ ആരുമല്ല. നെവിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അതിനുള്ളത് ബിഗ് ബോസ് ചെയ്യും, ചെയ്തിട്ടില്ലെങ്കിൽ അതും ബിഗ് ബോസ് തീരുമാനിക്കട്ടെ അല്ലേ. അതെ അതെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് അവരും ലാലേട്ടനും അതാണൊന്നും തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വീക്കെൻഡ് ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട്. അതെ, അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ 5 മണിക്കാണ് കേട്ടോ ബിഗ് ബോസ് മോർണിംഗ് സോങ് ഇട്ടത്. കാരണം ടാസ്ക് കുറച്ച് രസകരമായി കുറച്ച് നേരം നിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. എന്ത് ചെയ്യാൻ ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കേട്ടോ. പ്ലാനിങ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം ചീറ്റി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോണ ആ ഒരു പാട്ട് ഇട്ടിട്ടായിരുന്നു മോർണിംഗ് സോങ് ആയിട്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ട്, കാരണം ഇരുട്ടാണ്, പെട്ടെന്ന് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പാട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇതെന്താ ബിഗ് ബോസ് രാത്രി തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്ന ഒരു മാറ്റമൊക്കെ വേണ്ടേ, എല്ലാവരും ടാസ്കിന് റെഡി ആവുന്ന ബിഗ് ബോസ് അപ്പൊ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ട് റിയാസ് പറയുന്നുണ്ട്, അതായത് റിയാസ് വന്നിട്ട് നമ്മുടെ കിച്ചൺ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ബിഗ് ബോസിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മോശമായിട്ട് കിച്ചൺ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര ബാഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അനീഷ് വരുന്നുണ്ട്, ഗസ്റ്റ് പോയി ഇരുന്നോളൂ ഞാൻ ക്ലീൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ റിയാസ് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യണോ, നിങ്ങൾ തന്നെ അത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് റിയാസ് ലക്ഷ്മിയോട് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് കിച്ചൺ ഇത്രയും മോശമായിട്ട് കിടക്കുന്ന, സിങ്കൊക്കെ എന്ത് ബാഡായിട്ടാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ടാസ്ക് കഴിഞ്ഞത്, അത് കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്നു എന്ന് പറയുമ്പോൾ റിയാസ് ചോദിക്കുന്നുണ്ട് അതിനെ ഒരാൾക്ക്, അതായത് എനിക്ക് ഒന്ന് ഇത്തിരി കുക്ക് ചെയ്ത് തന്നെന്ന് പറഞ്ഞിട്ട് ഇത്ര കിച്ചൺ വൃത്തികേടാവൂന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയും അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടിയാണ്, അപ്പൊ അവരാണ് അതിന് റെസ്പോൺസിബിലിറ്റി, നമ്മളല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയണേ. എന്തായാലും എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ കിച്ചണും ആ ഏരിയയൊക്കെ അല്ലേ നല്ല വൃത്തിയാക്കി ഇട്ടൂടെ. അതും ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരും വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ല അല്ലേ, സ്വന്തം വീട് BB ഹൗസസ് മറ്റേതൊക്കെ തന്നെ സ്വന്തം വീട് എന്നുള്ള രീതിയിലൊക്കെ അവരെ നോക്കിയും കാണുകയൊക്കെ ചെയ്തു. ഇത്തവണത്തെ സീസണിൽ അങ്ങനെ ഒരു ഇതുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള കുറെ. അപ്പൊ നമ്മുടെ റിയാസ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഗോസിപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെന്ന് പറയുന്നു. അനീഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അനീഷ് ആദ്യം പറയുന്നത് പ്ലാറ്റിനെ എടുത്ത് പുറത്തെറിഞ്ഞ കാര്യം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് അത് റിയാലിറ്റി ഇവിടെ നടന്ന കാര്യമല്ലേ, അതല്ലാതെ ഗോസിപ്പുകൾ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് റിയാസ് പറയുന്നുണ്ട് നെവിൻ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. അപ്പൊ നെവിൻ്റെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്യൂ ആണല്ലോ പറയണേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് അവിടെ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല, ബാക്കി എല്ലാവരും ഒക്കെ യൂണിഫോം ഇട്ട് കേട്ടോ. ഷാനവാസ് അവിടെ യൂണിഫോം ഇട്ടിട്ടില്ല, വേറെ നോർമൽ ഡ്രസ്സിലാണ് നിൽക്കുന്നത്, കുളിക്കാൻ എന്തോ പോകുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് റിയാസ് പറഞ്ഞു എന്റെ ബെഡ് ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞപ്പം
ഷാനവാസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഷാനവാസ് ചെയ്യുന്നില്ല. ഞാൻ കുളിക്കൊന്നുമില്ല, ഞാൻ കുളിച്ച് പല്ല് വെച്ചിട്ട് യൂണിഫോം ഇട്ടിട്ട് വരുമ്പോഴേ കേൾക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടുന്ന് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ചെയ്യും, ഞാൻ പറയട്ടെ ഷാനവാസിനോട് നോക്കുമ്പം റിയാസ് പറയുന്നുണ്ട് വേണ്ട, അയാളായിട്ട് ചെയ്യട്ടെ, നിങ്ങൾ പറയണ്ട, ഇത് ഗസ്റ്റ് ആണ്, ആളുടെ ഡ്യൂട്ടി ആണ്, ഞാൻ പറയുന്ന കണക്ക് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് ഒരു ഗസ്റ്റ് പറഞ്ഞാലേ ചെയ്യൂ എന്ന് പറയുമ്പോഴും നമ്മുടെ ഷാനവാസ് പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടുമില്ല, ഞാൻ പല്ല് വെച്ചിട്ടുമില്ല, അതൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ ഡ്രസ്സ് മാറി വരട്ടെ. അത് നോർമലായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. കാരണം ആള് പല്ല് വെച്ചിട്ടും കുളിച്ചിട്ടും പോലും ഇല്ല. പിന്നെ അവിടെ 2 ബാത്റൂം അല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഒരാൾ ഇറങ്ങി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അല്ല അത് കൂടുതലൊന്നും ഇതായെന്ന് പറഞ്ഞാൽ അനീഷ് ഗോസിപ്പ് പറയുമ്പോ മറ്റേ നെവിന്റെ വിഷയം എടുത്ത് പറയും. അതെ, അത് കേട്ടിട്ടാണ് നിക്കുന്നത്. അല്ല അത് മാത്രല്ല അനീഷ് ഡ്രസ്സൊക്കെ മാറിയിട്ട് യൂണിഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഷാനവാസിനെ കൊണ്ട് ചെയ്തപ്പോ റിയാസ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയം തന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത്. അതെ, അപ്പൊ എന്തായാലും റിയാസിനെ ടാർഗറ്റ് ചെയ്യാ, അല്ല ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യാണെന്നുള്ളത് ഷാനവാസിന് മനസ്സിലായിട്ടോ. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എടുത്തിട്ട് വരാന്നൊക്കെ പറയണു. അപ്പൊ റിയാസ് പറയുന്നുണ്ട് ഗസ്റ്റിനാണ് മുൻഗണന, അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ കണക്ക്, അതായത് ക്ലീനേഴ്സ് അവര് പറയുന്ന കണക്കല്ല നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നു ഡ്യൂട്ടിക്ക് മുമ്പ് ജോലി ചെയ്യത്തില്ല, ഇവിടെ റാഗിങ് ഒന്നും നടക്കത്തില്ല എന്നിങ്ങനെ ഷാനവാസ് ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ റിയാസ് പറയുന്നത് നിങ്ങളടുത്ത് ജോലി എടുക്കാനാ പറഞ്ഞത്, അല്ലാതെ ഇവിടെ റാഗിങ് ഒന്നും അല്ല, ജോലി എടുക്കാനാ പറഞ്ഞത്, അത് ചെയ്യാതെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ മാത്രം ജോലി എടുക്കും, അല്ലാതെ ജോലിയൊന്നും എടുക്കത്തില്ല, ആ പരിപാടിയൊന്നും വേണ്ട, ഗസ്റ്റ് തോന്നിയ കണക്ക് പറയാനൊന്നും ഇല്ല, ഗസ്റ്റ് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അക്ബർ വന്നിട്ട് ഇയാൾ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ, കാരണം ഗസ്റ്റിന്റെ അടുത്താണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് മോശമായിട്ട് എന്നിങ്ങനെ അക്ബർ ഇടയ്ക്കേറി ചോദിക്കുമ്പോൾ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ജിഎമ്മിനും ഓണറിനും എതിരെ മുദ്രാക്കി കൊടുത്ത് സമരം നടത്തിയ ആളാണ് എന്നെ വന്ന് ഉപദേശിക്കുന്നത് എന്നിങ്ങനെ. പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, അക്ബർ വളരെ മാന്യമായിട്ടാണ് കേട്ടോ വന്ന ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞത്. അതായത് വളരെ മാന്യമായിട്ടാണ്, ഞാൻ ഇത്രയും മാന്യമായിട്ട് അക്ബർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒന്നും വേണ്ടിട്ടില്ല, മാന്യമായി വന്ന് സംസാരിച്ചിട്ടും ഷാനവാസ് അക്ബറിന്റെ അടുത്തും വളരെ മോശമായിട്ടാണ്. റിയാസ് ബാക്കിയുള്ളവരടുത്തും അവിടുത്തെ ലക്ഷ്മിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഗസ്റ്റിനോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറുന്നത് കണ്ടില്ലേ, നിങ്ങൾ ആരും കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരടുത്ത്. ഇപ്പൊ ബാക്കിയുള്ളവര് രണയെല്ലാം വന്നിട്ട് ഈ ഷാനവാസിന്റെ അടുത്ത് ചൂടാവുന്നുണ്ട്, ചൂടാതെ നിങ്ങളൊന്ന് ജോലി ചെയ്യും, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ചെയ്യും, അല്ല ഗസ്റ്റിന്റെ പണി എടുത്താൽ മതി എന്നിങ്ങനെ ഗസ്റ്റിന്റെ അടുത്ത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ കഴിഞ്ഞ സീസണിലെ അഖിൽമാര് പറഞ്ഞ അതേ ഡയലോഗ്. ഓക്കെ, പിന്നെ അപ്പൊ റിയാസ് എന്ത് ചെയ്തു, ഉടനെ ചാടി എണീറ്റിട്ട് അപ്പം നമ്മുടെ ആദിലയും നെവിനും മുപിക്കുന്നുണ്ട് റിയാസിനെ. റിയാസിന്റെ ഫുള്ള് പെർസെന്റേജ് എടുക്ക്, വെളിയെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ റിയാസ് ചാടി എണീറ്റ് ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചെറിയുന്നു, അവിടെ ഇരിക്കുന്ന പേപ്പർ വേസ്റ്റ് എല്ലാം ഫ്രണ്ടില് ലിവിങ് ഏരിയയിൽ എല്ലാം എടുത്ത് എറിയുന്നു, ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അക്ബർ ഇടയ്ക്ക് കയറിയിട്ട് സാർ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, കാര്യം അത്രയും പണി വരുമല്ലോ ഇവർക്ക്, അത് വെച്ചുണ്ട്. അപ്പം റിയാസ് എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത ഗസ്റ്റ് വരുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം എന്നിങ്ങനെ റിയാസ് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് അപ്പോഴത്തേക്ക് ഒരുങ്ങിയൊക്കെ വന്ന് കേട്ടോ, ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും അപ്പൊ ഷാനവാസ് വന്നിട്ട് ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് എത്ര വലിച്ചിട്ടാലും ഞാൻ ക്ലീൻ ചെയ്തോളാം, ഇതൊന്നും കണ്ട് തളരുന്നതല്ല എന്നിങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ റിയാസ് ചെയ്യണം, അതിനാ കൂലിയൊക്കെ തരുന്നത്, പറ്റില്ലെങ്കിൽ സ്റ്റാർ ഊരി തരണം എന്നിങ്ങനെ പറയുന്നുണ്ട് റിയാസ്. പക്ഷെ റിയാസ് ഗസ്റ്റ് ആണ്, റിയാസിന് ആ അധികാരം ഇല്ല, റിയാസ് അത് സംസാരിക്കും, റിയാസും ക്യാരക്ടറിൽ നിന്നൊക്കെ വിട്ടു മാറിയിട്ടുണ്ട്. അപ്പൊ ഷാനവാസ് നിങ്ങൾ ആരാ പറയാൻ, ഞങ്ങൾ ജോലി ചെയ്യാൻ പറയാൻ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നത്, കാര്യം ബാക്കിയുള്ളവരാണല്ലോ പറയേണ്ടത്, ഗസ്റ്റ് അല്ലല്ലോ പറയേണ്ടത്, ഗസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പറയത്തല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരാണ് പറയേണ്ടത്. അപ്പൊ ഞങ്ങൾ ജോലി ചെയ്തതിന് ആ സ്റ്റാർ കിട്ടിയെന്നൊക്കെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ റിയാസ് സ്റ്റാർ തിരിച്ചു തരിക, മാനേജറിനോട് പറഞ്ഞു സ്റ്റാർ തിരിച്ചു വാങ്ങണം, എന്നോട് ഡിസ്റെസ്പെക്ട് ആയി പെരുമാറിയ, അതുകൊണ്ട് സ്റ്റാർ ഒക്കെ തിരിച്ചു വാങ്ങണം, മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് എത്ര വൃത്തിയായിട്ട് ഗസ്റ്റ് ആണേലും ഇതൊക്കെ ചെയ്താലും ഞാൻ എന്റെ ജോലി ചെയ്യും എന്നൊക്കെ നമ്മുടെ റിയാസിനെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പം ആദില എന്റെ ഇടയ്ക്ക് കയറിയിട്ട് അതാ ഈ വൃത്തിയേടൊക്കെ എടുത്ത് ശരിയാക്കാൻ ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട് ഷാനവാസ്. അതായത് ഷാനവാസ് ഇങ്ങനെ തൂക്കും തോറും പറയുന്നത് ഇവിടെ മൊത്തം വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ പ്രവോക്ക് ചെയ്ത് വളരെ മോശമായിട്ട് ഷാനവാസും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പൊ അതിൽ പറഞ്ഞ അതാ ഈ വൃത്തിയേടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിളിക്കുന്ന, വന്ന് ചെയ്യും, വൃത്തിയേടൊക്കെ കോരി കളാന്നൊക്കെ ഇങ്ങനെ ആദില ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് ഇത്രയും വൃത്തികേട് ഇത്ര നാൾ സഹിച്ചില്ലേ എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ റിയാസ് പറഞ്ഞ അതെന്തോ പറഞ്ഞ, അതെന്തോ ഉദ്ദേശിച്ച എന്നൊക്കെ രണ്ടുപേരും കൂടി ചോദിക്കുന്നുണ്ട്, എന്തോ വൃത്തികേട് എന്ന് ഉദ്ദേശിക്കുന്ന എന്തോ എന്ന് ചോദിച്ച. അപ്പൊ ഷാനവാസ് പറഞ്ഞ് ഈ അഴുക്ക് വൃത്തികേട് എന്നാ ഉദ്ദേശിച്ചെന്ന രീതിയിൽ ഷാനവാസ് അത് മാറ്റുന്നുണ്ട്. അത് ആദിലാണ് ഉദ്ദേശിച്ചത്, അത് ഏത് അർത്ഥത്തിൽ ഉദ്ദേശിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം പുള്ളിക്കാരന്റെ മനസ്സിൽ കയറി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ,
അപ്പൊ ആദ്യം ഒന്നുകൂടി വേസ്റ്റ് ഇതൊക്കെ അതിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആയത്. പിന്നെ അതിൽ ഒന്നുകൂടി വേസ്റ്റ് ഒക്കെ തട്ടിയിടുന്നുണ്ട്, വീണ്ടും ഒരു തൂത്തുകൂട്ടിയത് വീണ്ടും തട്ടിയിടുന്നുണ്ട്. അപ്പം ഷാനവാസ് ഭയങ്കരമായിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. കുറെ ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഷാനവാസിന്റെ, അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും. ഷാനവാസ് എന്തോ ഭയങ്കര മാസായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നത് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ തോന്നിയത് ആൾ കൂടുതലും ഈ പുറത്ത് PR വർക്ക് ഏതെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അത് മാത്രം എടുത്തൊക്കെ ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ച ഗസ്റ്റേഴ്സ് പോലെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അപ്പൊ എന്തായാലും റിയാസിന്റെ അടുത്ത് ഷാനവാസ് ഡാ പോടാ നീ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ റിയാസ് ഷാനവാസിന്റെ സംസാരം എന്നോട് വേണ്ട, ഡാ നീ പോടാന്നൊന്നും എന്റെ അടുത്ത് വേണ്ട, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഷാനവാസ് വീണ്ടും നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിയാസ്. അപ്പൊ റിയാസ് പറയുന്നുണ്ട് താൻ വരുന്ന ക്ലാസ് എന്നോട് സംസാരിക്കണ്ട, തന്റെ ക്ലാസ്സിൽ ഇതിലുള്ള സംസാരം എന്നോട് സംസാരിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് എന്റെ പൊന്നു മോനെ ട്രിഗർ ആയിട്ടൊന്നും കാര്യമില്ല, സംസാരിക്കാൻ നിൽക്കണമെന്നുണ്ട്. ഇവിടെ മൊത്തം ഫുള്ള് വേസ്റ്റ് ആണല്ലോ, വേസ്റ്റ്. പിന്നെ ഇന്നലത്തെ കൂണുകൾ ഇവിടെ കിടന്ന് ശബ്ദിക്കാൻ ആരാന്ന് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അവരെ. അപ്പം അതിനുശേഷമാണ് അനീഷ് ഇടയ്ക്ക് കയറിയത് ഇതിന്റെ ഇടയിൽ. അപ്പം ആദ്യം അനീഷിനടുത്ത് ഭയങ്കരമായിട്ട് ചൂടാണ്, താൻ ആരെ ഇടയ്ക്ക് കയറിയാണ്, മാറ് സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നത്. അനീഷ് കയറി തൂക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഷാനവാസിനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അത് തടുക്കാൻ അതിൽ നിന്നത് ഷാനവാസ് മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പിന്നെ അക്ബറിനോടും ചൂടാവുന്നു. അതായത് അക്ബർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിപ്പോ ഭയങ്കര സീനായിട്ടാണ് ഷാനവാസ് റീൽസ് ആയിട്ട് ഇരിക്കുന്നതെന്ന് കണ്ടിട്ട് അക്ബർ പിടിച്ച് മാറ്റിട്ട് കുറച്ചൊന്ന് മാറ്റി. അല്ല അത് അക്ബർ പറയുന്നത് അറിയോ, ഷാനവാസിന് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസേൺ ആയിട്ടാണ് ഇവരൊക്കെ ഇത് ഈ പിടിച്ചു മാറ്റാൻ നിൽക്കുന്നത്. കൂൾ ആവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ മാറ്റുമ്പോഴത്തേക്ക് ചുമ്മാ പോയി ഇല്ല ഷാനവാസിന്റെ ഒരു ഗസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ കൈ ബാക്കിൽ വെച്ചിട്ട് ഒരു നെഞ്ചുകൊണ്ട് തള്ളി അങ്ങോട്ട് ചെയ്തിട്ട് എന്നെ തുടരുത് പറഞ്ഞ ഷാനവാസ് തന്നെ തട്ടിയിട്ട് ഷാനവാസ് തന്നെ പറയാ. അപ്പോഴത്തേക്ക് റിയാസ് ഇത് കണ്ടിട്ട് ഇത് സ്വയം ഇയാൾ തന്നെ ഇങ്ങനെ തട്ടിയിട്ട് ഇയാൾ തന്നെ തുടരുതു എന്ന് പറയണത് ഇത് എവിടുത്തെ ന്യായമാണെന്ന് പറഞ്ഞാൽ റിയാസിന് അത് കണ്ടപ്പം പറയുന്നത്. റിയാസ് കണ്ടു ഇത് കുറച്ച് ഫിസിക്കൽ അഗ്രഷൻ പോലെയാണ് പോകുന്നത്, ഇയാൾക്ക് ഫിസിക്കലി മെന്റലി എല്ലാം അഗ്രസീവ് ആണല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ഷാനവാസ് ഇച്ചിരി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ആള് പ്രൊവോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശരീരം കൊണ്ട് തട്ടുകയും പിന്നെ അതേപോലെ സംസാരമൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരുമാതിരി അത് ഭയങ്കരമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും ആള് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആകുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ അക്ബർ ആണെങ്കിലും അനു ആണെങ്കിലും ഇരിക്കുക എന്തൊക്കെ പറയുന്ന കാര്യം കൺട്രോൾ പോകും പുള്ളിക്കാരൻ എന്ന രീതിയിൽ പറയുന്നത്. അത് ഹെൽത്ത് കൺസേൺ വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൽ എല്ലാരും വന്നിരിക്കുന്നുണ്ട്. എല്ലാരും വന്നിരിക്കുമ്പോഴത്തേക്ക് അനീഷ് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ആദില വിളിച്ച് പറയുന്നുണ്ട് അനീഷ് ഇങ്ങനെ വന്നേ, അനീഷ് ഇവിടെ വന്നിരിക്കുക, അയാളുടെ കൂടെ ഇരുന്ന് ചീത്തയാവും എന്ന് പറയുമ്പോൾ അനീഷ് ഷാനവാസിനോട് ഇങ്ങനെ എണീച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത്, നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്, നീ അതിൽ വീഴരുത് എന്ന് പറയുമ്പോഴും ഷാനവാസ് പറയുന്നത് നോ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അക്ബർ പറയുന്നുണ്ട് അതെന്തിനാ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ട്, ഞങ്ങളെല്ലാം ഈ വീട്ടിലുള്ളതല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറ് പറയുന്നുണ്ട്, അതായത് ഷാനവാസ് ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു വൃത്തിയിട്ട വേർഡ് നമ്മുടെ റിയാസിനെ വെച്ചിട്ട് അത് ബീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറയുന്നതും വേസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഷാനവാസ് സമ്മതിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് തോന്നിയത് ഷാനവാസിന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. കാരണം വളരെ മോശമായിട്ട് വളരെ വൃത്തിയിട്ട വേർഡുകൾ ഷാനവാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഷാനവാസും അല്ല കേട്ടോ, ഈ ലിവിംഗ് റൂമിൽ ഇരുന്നപ്പോ നമ്മുടെ അഭിലാഷും ഒക്കെ ചെയ്തത് അത് തന്നെ. ഇന്നലെ എല്ലാരും ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്, എല്ലാരും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇത് മാത്രമല്ല, ഇന്നിച്ച് ഷാനവാസിന്റെ ആണെങ്കിൽ നാളെ വേറൊരാള്, ഇല്ലെങ്കിൽ അടുത്ത ദിവസം വേറൊരാള്, ഇത് തന്നെ നടക്കുന്നത്. അതെ. അപ്പോ റിയാസ് ഇവിടെ നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു വേർഡ് പറഞ്ഞാൽ തന്നെ ഉടനെ ഓടി ചെന്നിട്ട് ഒരു 10 വട്ടം അവരുടെ പുറകെ നടന്നിട്ട് ചോദിക്കുന്ന ആളാണല്ലോ, ഇതിലൊന്നും പറയാനില്ല എന്ന് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ചോദിക്കാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് റിയാസിന്റെ അടുത്ത് പറയുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട, അതായത് അനീഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട എന്നാണ് കേട്ടോ ഷാനവാസ് പറയുന്നത്. അപ്പോഴത്തേക്ക് അനീഷ് ഉടനെ പറയാ ഷാനവാസ് ചെയ്തതിൽ തെറ്റ് തോന്നിയില്ല, കാരണം ഒരു വർക്കറിന് അവരുടെ ടൈമിംഗ് ഉണ്ട്, അപ്പം അത് 4 to എന്നെന്തോ പറയാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെല്ലാരും തുടങ്ങി, അതുകൊണ്ട് അത് മുഴുവിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആൾ ഉദ്ദേശിച്ചത് വർക്കിംഗ് ചെയ്യുന്ന ടൈം ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അതെ. അല്ല അപ്പൊ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആരും യൂണിഫോം ഇട്ടിട്ടല്ല ഇവിടെ പണിയെടുത്തത്. അതായത് നമ്മുടെ അഭിലാഷും നൂറയൊക്കെ ബാത്റൂം ഒക്കെ ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവർ യൂണിഫോം പോലും ഇട്ടത്. ഓൾറെഡി അവർ ടാസ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ, നിങ്ങൾക്ക് മാത്രം പ്രത്യേകത ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ റിയാസ് പറയുന്നുണ്ട്
ഇവിടെ ടൈം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ BB ഹോട്ടലിൽ നടക്കുമ്പോൾ 24/7 hours ആണ് അത് നടക്കുന്നത്. അല്ലാതെ ടൈമും കാര്യമൊന്നും അല്ല. എല്ലാവരുടെയും കള്ളനാണ് എന്ന് വിളിച്ചു പറയുന്ന അനീഷ് ഇവിടെ തന്നെ കള്ളം പറയാറെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അക്ബറും ഇവിടെ പറയുന്നുണ്ട് എല്ലാവരും ഡ്യൂട്ടി ചെയ്തത് യൂണിഫോം ഇട്ടിട്ടൊന്നും അല്ല, പിന്നെയാണ് എല്ലാരും ഇത് ചെയ്തെന്ന് പറയുന്നോട്ടെ. ആദില് അവിടെ ഇരുന്ന് പറയുന്നത് അത് അയാളുടെ കുന്തളിപ്പ് എന്ന് പറഞ്ഞിട്ടിരുന്ന് ആദില് സംസാരിക്കണം. ആദിലയുടെ കാര്യത്തില് റിയാസ് വന്നതിന് ശേഷം മൊത്തത്തിൽ ആളൊന്ന് ട്വിസ്റ്റ് ആയി കേട്ടോ. അല്ല, വെളിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റിയാസ് വഴി ആദിലേക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇവര് തമ്മിൽ കോംബോ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്നും അത് നല്ല ഹിറ്റ് ആണെന്നും അങ്ങനെ പല കാര്യങ്ങളും റിയാസ് വഴി അറിഞ്ഞിട്ടുണ്ട്. പിന്നെ റിയാസിന്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല നല്ല ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള വഴിയിൽ അറിയാം ഇനി എന്തൊക്കെയാണ്. അതേപോലെ തന്നെ അതിലെ കൈവിട്ട വാക്കാ വാക്കെന്നൊക്കെ പറയുന്നതൊക്കെ അല്ല, അതിലും അവിടെയുള്ള എല്ലാം കണക്ക് ആരെയും പറയല്ല. എനിക്ക് തോന്നിയിട്ടുള്ള അവിടെ ഗിസയില് ബിന്നി ആര്യൻ പിന്നെ കുറച്ച് പിന്നെ നൂറ ഇവരൊക്കെ ഉള്ളൂ ഇത്തിരി മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. റിയാസിന്റെ ഇൻഫ്ലുവൻസിൽ കൂടുതൽ ഇതായി കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നെഗറ്റീവ് പോകുന്നത്. അപ്പൊ ഇവിടെ ലക്ഷ്മി ഗെയിമാണല്ലോ, ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് അപ്പോളജൈസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഇത്രയും വരെ നടന്നതിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ സോറി ചോദിക്കുന്നു, ഇതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് റിയാസ് ചോദിക്കുന്നു ഇത് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത് റിയാസ് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ഷാനവാസ് അവിടെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് റിയാസ് ചോദിക്കുന്നു എല്ലാവരും അവരുടെ ക്യാരക്ടർ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇത് ക്യാരക്ടർ ആണോ ഈ ക്ലാപ്പ് ചെയ്യുന്നത്? ഇതിപ്പം ഇതുവരെയുള്ള ഇഷ്യൂ അവിടെ നിൽക്കട്ടെ എന്നുള്ളതിലല്ലോ. അപ്പോ എന്നിട്ട് നമ്മുടെ റിയാസ് പറയുന്നുണ്ട് കേട്ടോ, ക്യാരക്ടർ വിട്ട് പോയതല്ലേ, ഇന്റൻഷനലി ഒരു ഹീറോ ആയി കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പുറത്ത് വന്നു കഴിഞ്ഞാല് ഇത് ഇപ്പൊ റിയാസിനെതിരെ നിൽക്കുന്നവരൊക്കെ എടുത്ത് വെച്ച് റിയാസ് ചാനൽസിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ വെളിയിൽ ഇച്ചിരി ഹീറോ പരിവേഷം കിട്ടും എന്നുള്ള രീതിയിൽ വരുമെന്നുള്ള രീതിയിൽ ആള് നിൽക്കുന്നത് ക്യാരക്ടർ വിട്ടൊക്കെ നിൽക്കുന്ന. അത് മാത്രമല്ല അക്ബറിനെ വന്ന് അതായത് ജനറൽ മാനേജർ ആണ്, ഇതൊരു ക്ലീനർ ആണ്. അപ്പൊ ജനറൽ മാനേജർ വന്ന് ഇങ്ങോട്ട് ഇന്റൻഷനലി തട്ടിയിട്ട് പറയുന്നു ഫിസിക്കലി എന്നെ അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു ജനറൽ മാനേജർ എന്ന നിലയിൽ നിങ്ങൾ എടുക്കാന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അപ്പം ഷാനവാസിനോട് പറയാനായിട്ട് പറയുമ്പോഴും ഷാനവാസ് അവിടെ ഇരിക്കുക. അപ്പോൾ ഷാനവാസ് ഇരിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞു ഷാനവാസ് എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നു എനിക്ക് ഉത്തരം പറയാമെങ്കിൽ ഞാൻ എഴുന്നേറ്റിക്കുക, അല്ലെങ്കിൽ ഇയാൾ കയറി സംസാരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ റിയാസിന് പറഞ്ഞു. അപ്പം ലക്ഷ്മി പറയുന്നു ഷാനവാസ് എഴുന്നേറ്റ് നിൽക്കുക, ഒരാൾ ഉത്തരം പറയുമ്പോൾ അല്ലല്ലോ നമ്മൾ അയാൾക്കൊരു റെസ്പെക്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മര്യാദ എന്ന് പറയുമ്പോൾ എണീറ്റ് നിൽക്കാന്നുള്ളതാ, ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എണീക്കുന്നില്ല. ഉടനെ ലക്ഷ്മി പറയുന്നു ഷാനവാസിനെ ഡിസ്മിസ് ചെയ്തു എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഷാനവാസ് എഴുന്നേറ്റ് പോകുമ്പോ സ്റ്റാർ ചോദിക്കുന്നുണ്ട്, ആ 4 സ്റ്റാർ തിരിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പറഞ്ഞ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കൂലിയാണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഗസ്റ്റ് കാണിക്കുന്നത് എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. റിയാസ് നോക്കി അതൊക്കെ എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത്. ഇതൊക്കെ എന്തോ ഇല്ല പാട്ടൊക്കെ ഇട്ട് ഹീറോ പരിവേഷത്തില് ഒരു സീരിയൽ പോലെ എന്തൊക്കെയോ വരുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അതൊക്കെ കുറച്ച് ഓവറായിട്ട് തന്നെ എനിക്ക് തോന്നിട്ടോ. ബാക്കി യൂണിഫോം ഇടാതെ നിന്നപ്പോൾ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് അത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഷാനവാസ് സംസാരിച്ചൊക്കെ ഓക്കെ, അവിടെ നിന്ന് തൊട്ട് ഫുള്ള് റോങ് ആയിട്ടാണ് എനിക്ക് ഷാനവാസിന്റെ തോന്നിയത്. ഈ കാണിക്കുന്ന ഗസ്റ്ററും ചില പദപ്രയോഗങ്ങൾ വളരെ മോശമാണ്. പക്ഷെ ബാക്കിയൊക്കെ ആള് ഗെയിമറൊക്കെ തന്നെ. പക്ഷെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറെ നേരമായിട്ട് ഒരാളും ടാസ്ക് ചെയ്യുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ചോദിക്കുന്നത് ഞാൻ തന്ന ടാസ്ക് എന്തായിരുന്നു ബിഗ് ബോസ് ചോദിക്കുമ്പോഴത്തേക്ക് ആദില ഷാനവാസിനെ കുറ്റപ്പെടുത്തുക. ഇവിടെ കുറെ പേർക്ക് സീരിയൽ ആണെന്ന് കരുതിയൊക്കെ വന്നിരിപ്പുണ്ട്, ഇവിടെ റിയൽ ആണ്, അല്ലാതെ ഇത് റിയൽ ആണെന്നും പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ വന്ന് നിൽക്കുകയാണ്, ഇവിടുത്തെ കുറെ ചേഷ്ടകളും ഇതൊക്കെ കണ്ടോണ്ടിരിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ചുമ്മാ ഇരുന്നിട്ട് ഈ പറയുന്നത് അതായത് ആരും ടാസ്ക് ചെയ്യുന്നില്ല, എല്ലാരും അവിടെ അവിടെ ഇരിക്കുക. എന്നിട്ടാണ് ഈ പറയുന്നത് ഷാനവാസ് ടാസ്ക് ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക, അതുകൊണ്ട് ടാസ്ക് നടക്കുന്നില്ലത്. അതെ, ഇത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൽ വന്ന് എല്ലാവരും വിളിച്ച് ചെയ്തിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടോ ഇപ്പൊ ഓരോ ടീമിലുള്ളവർക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് ചെയ്ത് ടീമിനെ പറയാന്ന് പറയുമ്പോൾ നമ്മുടെ അഭിലാഷും നൂറയും വന്നിട്ട് പറയുന്നുണ്ട് ഗസ്റ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, അപ്പൊ ഗസ്റ്റിനെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ ഗസ്റ്റിന്റെ തോക്ക് ഇവരെടുത്ത് ഒളിപ്പിച്ചു വെച്ചത്, അതായത് നൂറയാണ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്, അപ്പൊ ഗസ്റ്റിനെ സംരക്ഷിക്കുന്ന തോക്ക് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് ശരിയാണോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ അഭിലാഷ് അത് ഞാനല്ല നൂറയാണ് ചെയ്തത്. അപ്പം അക്ബർ ചോദിക്കും അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ഒരാളാണ് അത് എടുത്തു വെച്ചതെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പൊട്ടം കളിക്കുന്നുണ്ട് അഭിലാഷ്. എന്നിട്ട് പറയുന്നുണ്ട് ഒരു തോക്ക് കൊടുത്താൽ പോലും ഇത്രയും സ്റ്റാറൊക്കെ കിട്ടിയിട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളത് ഗിസലിന്റെ ഇതാണ്, അത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തതാന്ന് പറയുമ്പോഴത്തേക്ക് ഗിസൽ പറയുന്നുണ്ട് ഞാൻ പറാട്ട ഉണ്ടാക്കാനായിട്ട് ഗസ്റ്റിന് പോയ സമയത്താണ് എടുത്തു വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഗിസൽ എനിക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് അക്ബർ
ക്യാരക്ടർ വിട്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ അഭിലാഷ് കേട്ടോ, അക്ബർ അല്ല അഭിലാഷ്, അവിടെ ഇരിയടി അവിടെ ഇരിയടി അവിടെ ഇരിയടി, അവിടെ ലക്ഷ്മണൻ മര്യാദക്ക് സംസാരിക്കും കസിൻ, നീ ബോഡി നീ ആരടി എന്നും പറഞ്ഞിട്ട് അഭിലാഷ് ചോദിക്കുന്നുണ്ട്. അതെ, അത് വളരെ 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 മോശമാണ്. ഞാൻ മാത്രമല്ല പലവട്ടം ഞാൻ അഭിലാഷിന്റെ ഇതിൽ കണ്ടിട്ടുണ്ട്, ആരോടും ഒരു മര്യാദ ഇല്ല, പ്രത്യേകിച്ച് ഗേൾസിനോട് ഒരു മര്യാദ ഇല്ലാതെ ഒരു ഇതില്ല. നീ ഇരിയടി നീ പോടി എന്നുള്ളൊരു രീതിയിലൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമാണ്. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മര്യാദ ആവാം. അതെ അതെ, ബാക്കിയുള്ള കാര്യത്തിൽ നല്ല ഇത് പറഞ്ഞ ന്യായം അടിച്ചിട്ട് പിന്നെ തന്റെ കാര്യം വരുമ്പോ അഭിലാഷ് സത്യം പറഞ്ഞ വാ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. വാ തുറന്ന ഇമാതിരിയൊക്കെയാണ് വീഴുന്നത്. അല്ല, വാ തുറക്കാൻ അധികം അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറമൊക്കെ കാട്ടിക്കൂട്ടും. അതെ, അപ്പം നൂറെ അഭിലാഷും പറയുന്നത് ഏറ്റവും നന്നായിട്ട് ആദ്യം ഒരു ആളെ പറയേണ്ടത് അനീഷാണ്, പിന്നെ ഉണ്ണിയല്, ബിന്നി, സാബുവാൻ ഇവരെയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നതെന്നാണ് പറയുന്നത്. അത് അടുത്തത് റിയാസ് പറയുന്നുണ്ട് സ്റ്റാർ കൊടുക്കുന്നതിന് മുന്നേ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് സ്റ്റാർ വാങ്ങാൻ പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ് വീണ്ടും ഒരു ഗസ്റ്റ് കാണിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ റിയാസ് പറയുന്നു ഷാനവാസ് ഇത് സീരിയൽ അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു പ്രോബ്ലം ഇല്ലെന്നും പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. കുറെ ചീപ്സ് സീരിയൽ ആണെന്ന പോലെ വിചാരമാണ് ഷാനവാസിന്റെ, റിയാലിറ്റി ഷോ അല്ലെന്ന് റിയാസ് പറയുന്നുണ്ട്. അപ്പോഴാണ് ബിന്നി എന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ചീപ്പ് സീരിയൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഫീൽഡിൽ നിന്നൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കരുത് എന്നിങ്ങനെ പറഞ്ഞത്. കാര്യം അവരുടെ പ്രൊഫഷനാണ്, ഇതിലും വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാല് പേർക്കും അതായത് നമ്മുടെ ഗസ്റ്റായ റിയാസിനും ആദിലയും ആര്യനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ GM ആയ ലക്ഷ്മിയും ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാർ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ലക്ഷ്മി പറയുന്നുണ്ട്, ആദ്യം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഷാനവാസിന്റെ 4 സ്റ്റാർ ആദ്യം നമ്മൾ തിരിച്ചെടുക്കാന്ന് നോക്കുമ്പോൾ ഷാനവാസ് ചോദിക്കുന്ന ആരുടെ ഓർഡർ എന്ന് നോക്കുന്നത്, റിയാസ് ചോദിക്കുന്ന ആരുടെ ഓർഡറാ വേണ്ടേന്ന് നോക്കുമ്പോൾ ഷാനവാസ് ഓണറുടെ ഓർഡറാ വേണ്ടേന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിന്റെ ഓർഡർ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ വെക്കാന്ന് പറയും. അതെ, അപ്പൊ ഉടനെ നമ്മുടെ റിയാസ് പറഞ്ഞിട്ട് 4 സ്റ്റാർ ഞങ്ങൾ തിരിച്ചു വാങ്ങും, കാരണം ഇന്നലെ ഉണ്ണിയലിന്റെ കയ്യിൽ നിന്ന് നമുക്ക് തിരിച്ചു വാങ്ങാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇത്രയും ചീപ്പ് ഗെയിം കളിക്കുന്നു, ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടും ഇത്രയും ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾക്ക് 4 സ്റ്റാർ ഒന്നും തന്റെ കാര്യമില്ലെന്ന് പറയുന്നുള്ളൂ. അപ്പോ ഷാനവാസ് പറയുന്നുണ്ട് എന്നോട് മര്യാദ കാണിച്ചാൽ ഞാനും തിരിച്ചു കാണിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ റിയാസ് ചോദിക്കുന്നത് ഞാൻ ചീപ്പായിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ട് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു, അബ്യൂസീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഷാനവാസ് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് തിരിച്ചു വെക്കണമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വെക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്കിടക്കുമ്പോഴത്തേക്ക് റിയാസ് പറഞ്ഞു ഞാനില്ല, എനിക്ക് വെറുതെ ഇവിടെ സമയം കളയാൻ, ഞാൻ പോയി കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റിയാസ് എണീറ്റ് പോകുന്നുണ്ട്. ഈ സമയത്ത് നെവിൻ കുറച്ച് റേസ് ആയിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് എന്റെ ടൈമും കളയാൻ സമയമില്ല, ഇയാൾക്ക് വേണ്ടി ഞാനും പോവാന്ന് പറഞ്ഞു. നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നെവിൻ ഇത് വന്ന് പറഞ്ഞോണ്ട് ഷാനവാസ് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ പറയുമ്പോ കുരു പൊട്ടൂന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നത്. ഷാനവാസ് ആണ് ഈ ടോപ്പിക് ഇവിടെ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് എന്ത് വൃത്തികേടാണോ കാണിച്ചതെന്ന് നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നത് കൂടെയുള്ള മേഡം അല്ലേ പൊക്കി പിടിച്ച് വന്നത് ചോദിച്ചാൽ മതിയെന്ന്, അതായത് ആദിലെയാണ് ഇത് പൊക്കി പിടിച്ച് വന്നതെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് കേട്ടോ. അപ്പൊ നെവിൻ പറഞ്ഞ് നിങ്ങളല്ലേ ഇൻജക്ട് ചെയ്ത് വെച്ചത്, നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങളെ കാർക്കിച്ച് തുപ്പും എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ നെവിൻ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് കുറെ എണ്ണത്തെ കണ്ടിട്ടുള്ളത് ആ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ വെച്ചിട്ട് വരുന്നതിനൊക്കെ ഞങ്ങൾ ആട്ടി വിട്ടിട്ടുണ്ട്, അതേപോലെ വിടാൻ എനിക്ക് അറിയാം. എത്തുവായത് അതെ അതെ, അത് വളരെ മോശമായി പോയി. അത് ആ ഒരു സംസാര രീതി, അത് അങ്ങനെ ഒന്നും സംസാരിച്ചുകൂടാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലമല്ല ഇപ്പം. ഇത്രയും പുരോഗമനമൊക്കെ വന്ന് ഇത്രയും അവര് കമ്മ്യൂണിറ്റി അതൊക്കെ മുമ്പേ വന്നതിന് ശേഷം ഈ സംസാരമൊക്കെ അത് ഭയങ്കര മോശമാണ്. അത് അങ്ങനെ അതെ. അപ്പോഴത്തേക്ക് റിയാസ് ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. റിയാസ് നല്ല പ്രവോക്ക് ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ടോ. നെവിൻ അവിടെ ഭയങ്കരമായിട്ട് പൊട്ടുപോയി, നെവിൻ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അനീഷ് എണീറ്റ് എന്നിട്ട് പറയാം വീണ്ടും ഡ്രാഗ് ചെയ്യാതെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നു. ഇത് വീട്ടുകാരല്ല എടുത്തിട്ടത് അനീഷ, ഇതിപ്പം ഷാനവാസ് എടുത്തിട്ട. ഇപ്പം ഇവിടെ ഒരു കാര്യം അല്ല, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഷാനവാസ് ഇപ്പം മൊത്തവും നമ്മുടെ ഷാനവാസും നമ്മുടെ അനീഷ് ഇപ്പൊ ഫുള്ള് ഷാനവാസിന്റെ കൂടെയാണ് കേട്ടോ. അതായത് നല്ലൊരു ഫ്രണ്ട് ആയി മാറി. പക്ഷെ ഇനി സത്യം കാര്യം എന്തോന്നൊക്കെ നല്ല രീതിക്ക് അറിയുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാര്യം ഷാനവാസ് പറഞ്ഞത് കള്ളമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമ്പോൾ അനീഷ് നല്ല രീതിക്ക് ട്രിഗർ ആവും. കാര്യം നല്ല രീതിക്ക് തിരിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
അതെ. അപ്പോഴത്തേക്ക് ഇവിടെ അക്ബർ എണീറ്റിട്ട് പറയുന്നുണ്ട് അത് എന്ത് വൃത്തിയുടെ വർത്താനം അയാൾ പറഞ്ഞേ, ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നെന്ന് പറയാൻ അയാൾ ആരെ, വെറും നട്ടലില്ലാത്ത നാറി വർത്താനം പറഞ്ഞിട്ട് മാറിപ്പോയിരിക്കുന്ന ഷാനവാസ് അങ്ങ് മാറിപ്പോയി ഇരുന്ന് കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഉടനെ അഭിലാഷ് എണീച്ചിട്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളാണ് നെവിനായിട്ട് മിങ്കിളായിട്ട് ഇരിക്കുന്നത്, അപ്പൊ നമ്മളെ എല്ലാരെയും ഒരുമാതിരി ആക്കിയ പോലെ ആയിപ്പോയി അയാളുടെ വർത്താനം എന്ന് പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. ഉടനെ ഇവിടെ ലക്ഷ്മി എണീച്ചിട്ട് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞത് ഭയങ്കര തെറ്റാണ്, ഇത് റോങ് ആണ്, ഇത് അപ്പോളജി ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ഇന്ന് ഫുഡ് കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെവിൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത സ്റ്റാർസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം സ്റ്റാർസില് ഗിസൈലിന് ഒരു, അതായത് നമ്മുടെ റിയാസ് ആണ് കേട്ടോ. അതെ അതെ, ഗിസൈലിന് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്, അക്ബറിന് ഒരു സ്റ്റാർ. അല്ല ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം തുടങ്ങി. അപ്പൊ ഷാബുമാൻ ഷാനവാസിനോട് ചോദിക്കുന്നത് നിങ്ങൾ പോകുന്നതിന് മുമ്പേ കോമ്പോന്നോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ, അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അത് ഇപ്പൊ ഉള്ള കാര്യമല്ല, അത് നെവിൻ പോകുന്നതിന് പോയി കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് നെവിൻ വർക്കൗട്ട് ചെയ്ത് പിറ്റേ ദിവസം കയറി വന്നല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ഒണിയലിനോടൊക്കെ പറഞ്ഞത് നെവിൻ പോകുന്നതിന് മുന്നേ ഉള്ള സംഭവമായിരുന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് ഡൗട്ട് വരാൻ കാര്യം. അതാണ് ഷാനവാസിന്റെ സ്റ്റേറ്റ്മെന്റിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു വിശ്വാസക്കുറവുള്ളത്. പിന്നെ നെവിന്റെ കാര്യത്തിലാണെങ്കിലും നെവിൻ ലൈവിൽ ഇച്ചിരി ഓവർ ഇതൊക്കെ ഉണ്ട്, ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവർക്ക് അവരുടെ എക്സ്പ്രഷൻ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ മാറ്റുന്നു. അതെ, അപ്പോ ഇതില് സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റിയാസ് ആണ് സ്റ്റാർ കൊടുക്കുന്നത്. ഗിസൈലിന് ഒരു സ്റ്റാർ, അക്ബറിന് ഒരു സ്റ്റാർ, നൂറയ്ക്ക് ഒരു സ്റ്റാർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അനീഷ് എണീറ്റിട്ട് പതിവ് സംഭവം തന്നെ ഞാൻ ഡിസർവിംഗ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് റിയാസ് പറയുന്നതിന് സൗകര്യം ഇല്ല തരാൻ എന്നല്ല റിയാസ് പറഞ്ഞു. അപ്പൊ അനീഷ് പറഞ്ഞു പാർഷ്വാലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ റിയാസാണ് അത് ഈ പാർഷ്വാലിറ്റി ആണ്, അപ്പം അർഹതയുണ്ട് പക്ഷെ തരുന്നില്ല, പാർഷ്വാലിറ്റി തന്നെയാ എന്ന് പറഞ്ഞു. അതെ, അപ്പൊ അനീഷ് പറഞ്ഞു ഓ അപ്പൊ സാറ് തന്നെ പറയുന്ന പാർഷ്വാലിറ്റി ആണെന്ന്, എന്നിട്ട് എനിക്ക് തരുന്നില്ല, സാറിൽ നിന്ന് ഇത്ര ചീപ്പായിട്ട് പ്രതീക്ഷിച്ചില്ല. ആണെ റിയാസ് പറഞ്ഞു അതെ ഞാൻ ചീപ്പാണ്, അവിടെ തീർന്നു, വേറെ ഒന്നുമില്ല പറയാൻ. അങ്ങനെ അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഗിസൈലിനും ഷാനവാസിനും ആണ് കിട്ടിയത്. അപ്പൊ ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ പണിപ്പുരയിൽ ഇതിലൊരാൾക്ക് പോവാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ നിങ്ങൾക്ക് കയറാം. അപ്പൊ ഇതിൽ ആരാണെന്ന് വീട്ടുകാരെ തെരഞ്ഞെടുക്കാൻ പറയുമ്പോ എല്ലാരും എന്തായാലും ഗിസൈലിനെ തെരഞ്ഞെടുക്കുള്ളൂ. ഇതില് ഗിസൈലും അനുവും അനീഷും ജിഷിനും ഷാനവാസിനാണ്. അപ്പോഴത്തേക്ക് റിയാസ് ചോദിക്കുന്നുണ്ട് ടാസ്ക് ബേസ് ആയി ആണ് പറഞ്ഞതെങ്കിൽ അനുവിനോടാണ് കേട്ടോ, ഷാനവാസ് കാണിച്ചത് ഓക്കെ ആണോ നിങ്ങൾക്കെന്ന് അനുവിനോട് ചോദിക്കുന്നത്. ഇത്രയും ഡിസ്റെസ്പെക്ട് ആയിട്ട് എന്നോട് പെരുമാറിയത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് അനുവിനോട് ചോദിക്കുമ്പോൾ അനു അവിടെ ഒന്നും പതറുന്നുണ്ട്. അല്ല ബട്ട് ഇതിപ്പോ ഇപ്പോഴത്തെ കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം റിയാസ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, നിങ്ങൾ ടാസ്ക് ബേസ് ചെയ്താണോ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനു പറഞ്ഞ അല്ല സ്റ്റാർ ബേസ് ചെയ്താ കൊടുത്തത്. സ്റ്റാർ ബേസ് ചെയ്യണമെങ്കിൽ ഗിസൈലിനും എന്തായാലും കൊടുക്കത്തില്ല, എന്തായാലും വിടത്തില്ലെന്ന് അനു എന്തായാലും ചെയ്യത്തില്ല, അത് തന്നെ കാര്യം. അതെ, അങ്ങനെ ഗിസൈലിനാണ് ഇവരെല്ലാം തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഗിസൈൽ തെരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഏറ്റവും കുറവ് സ്റ്റാർ ഉള്ള ആർക്കാന്ന് നോക്കുമ്പോൾ സാബുമാനും ഡനക്കിയാണ്. ഒന്ന് വെച്ചിട്ടാണ് അവരുടെ കയ്യിൽ സ്റ്റാർ ഉള്ളത്. അപ്പൊ അതിലൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാരും കൂടെ. അപ്പൊ എല്ലാരും വന്നിട്ട് രണയാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതൊക്കെ തന്നെയാണ്, ടാസ്കിലൊന്നും വലിയ ഇതൊന്നുമില്ല, എന്തൊക്കെയോ ഒരു ഇടയ്ക്ക് വെച്ച് വാടക ഗർഭമൊക്കെ കൊണ്ടുവന്നിട്ട് എവിടേക്കോ പോയി. അതെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ആദിലയും ആര്യനും ലക്ഷ്മി ഉണ്ടല്ലോ ടാസ്കിൽ, ഇവർക്ക് ഡയറക്റ്റ് ഇതിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസിയിൽ പോകാൻ പറ്റൂന്ന് പറഞ്ഞു. ആരെയാണെന്ന് നോക്കുമ്പോ എല്ലാവരും ആദിലയാണ് കേട്ടോ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് റിയാസിനെ ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് മൊത്തത്തില് ഗസ്റ്റിന്റെ അഭിപ്രായം വെച്ചിട്ട്. അങ്ങനെ ഒനിയലിനെയാണ് സെലക്ട് ചെയ്യുന്നത് ക്യാപ്റ്റനായിട്ട് നോമിനേഷൻ. സത്യത്തില് അക്ബറിനെ ആയിരുന്നു കേട്ടോ ലൈവില് തെരഞ്ഞെടുത്തത്, പക്ഷെ അക്ബറിന് ക്യാപ്റ്റൻസി പറ്റില്ല, അതുകൊണ്ടാണ് പിന്നെ ഒനിയലിനെ തെരഞ്ഞെടുത്തത്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഗിസൈലും ഒനിയലും ആദിലാണ് വന്നേക്കുന്നത് അടുത്ത ആഴ്ചത്തെ. അപ്പൊ അതിനുശേഷം റിയാസിന്റെ സീക്രട്ട് ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി വരുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റിയാസ് ഓരോ കാര്യങ്ങള്. അതെല്ലാം ഫസ്റ്റ് ടാസ്കും സെക്കൻഡ് ടാസ്കും തേർഡ് ടാസ്കും എല്ലാം പറയുന്നുണ്ട്. ഇവരെ കൊണ്ട് ഫോട്ടോ അടിപ്പിക്കുന്നതും അനീഷിനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നു. പക്ഷെ ലാസ്റ്റ് ആ പാട്ട് പഠിപ്പിക്കുന്നത് മാത്രം പുള്ളിക്കാരനൊന്ന് തെറ്റി, പലയിടത്തായിട്ട് പാട്ട് പഠിപ്പിക്കണം, ഒരിടത്ത് മാത്രം അത് വായിച്ചതിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ ഇത് തെറ്റി. അപ്പൊ റിയാസ് പറയുന്നുണ്ട് ഞാൻ ലേറ്റ് നൈറ്റ് ആണ് അവസാന ടാസ്ക് ചെയ്തത്, അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരെണ്ണം കിട്ടുന്ന ഒരു ടാസ്ക് കിട്ടുന്നെങ്കിൽ നല്ല ഒരെണ്ണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പക്ഷെ ഇന്ന് രാവിലെ നടന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗിൽട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇത് തെറ്റ് പറ്റിയതിൽ അത് പോയതിൽ വളരെയധികം നിങ്ങൾക്ക് ഒരു പണി അർഹിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് റിയാസ്.
അതിനുശേഷം റിയാസ് എല്ലാരും റിയാസിന്റെ സമയം കഴിഞ്ഞു. അങ്ങനെ റിയാസ് ഹോട്ടൽ ടാസ്ക് അവസാനിച്ചു കേട്ടോ. അങ്ങനെ റിയാസ് പോകുന്നുണ്ട്, മേക്കപ്പൊക്കെ ഇട്ടിട്ട് ആൾ ഇറങ്ങുന്നുണ്ട്, എല്ലാരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഷാനവാസിനെ മാത്രം അവോയ്ഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അനീഷ്, അതിനുശേഷം അനീഷും ഷാനവാസും കൂടിയുള്ള സംസാരമാണ് അവിടെ ഇരുന്നുകൊണ്ടുള്ളത്. സാറ്റർഡേ എപ്പിസോഡിന് വേണ്ടി ലാലേട്ടൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അനീഷ് എന്തോ അനീഷ് പറയുന്നുണ്ട് സാറ്റർഡേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്, എനിക്ക് വയ്യ ഈ ടെൻഷൻ കൊണ്ടുനടക്കാൻ, ലാലേട്ടൻ വന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനെന്ന് പറയുന്നത്. അപ്പൊ ഷാനവാസ് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെയാണ് കേട്ടോ. അതുണ്ടാവും, അതെന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഷാനവാസ് പറയും. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഈ ടൈമാണ് ഷാനവാസിനുള്ളത്. ഇപ്പൊ ഷാനവാസ് എന്റെ സുഹൃത്താണ് അല്ലേന്ന് അറിയാൻ പറ്റുന്ന ഈ ഒരു സമയമാണ്. അതായത് ലാലേട്ടൻ വന്ന് ഷാനവാസിനെതിരാണ് പറയുന്നതെങ്കിൽ അനീഷ് ശബ്ദിക്കും എന്നുള്ള രീതിയിൽ തന്നെ അനീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഷാനവാസിനെതിരെ നിൽക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഷാനവാസ് തിരിച്ചു കണ്ടു പാറ് എന്താ കണ്ടു പാറടാണോ അങ്ങനെ. ഇതൊക്കെ ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ചിരി കേട്ടോ, രണ്ടുപേരും ഭയങ്കര ചിരിയാണ്. പിന്നെ ഇവിടെ ബിന്നിയും നെവിനും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നിവിൻ പറയുന്നുണ്ട് ഫസ്റ്റ് വന്ന ടൈം, അതായത് ഇവിടെ നിവിനും നമ്മുടെ ഷാനവാസ് ആദ്യം പറഞ്ഞ കാര്യം പറയാം, അതായത് വാക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഷാനവാസ് പറഞ്ഞിരുന്നു നെവിന്റെ കൂടെ കിടന്നപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞത്. ഇന്ന് ആളെ മാറ്റി പറഞ്ഞു. അപ്പൊ നെവിൻ ഇവിടെ പറയുന്നതും ആദ്യത്തെ ആഴ്ച വന്ന സമയത്തും ഞാനിങ്ങനെ ഇവരുടെ ഇടയിൽ കയറി കിടന്നപ്പോൾ ഇവർക്ക് അൺകംഫർട്ട് ആണെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറി. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ അടുത്ത് പോലും ഞാൻ ഇരിക്കാൻ ചെന്നിട്ടില്ല. എനിക്ക് ആദിലയോടാണ് ഒരു പ്രശ്നമുള്ളത്, കാരണം അവള് ഇത് കേട്ടോണ്ടേ അവരുടെ സൈഡ് നിന്നു. ആദില ചെയ്തത് തെറ്റാണെന്നുള്ളതൊക്കെ പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, കാരണം ഞാനാ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവളാണ് കുത്തിത്തിരിപ്പ് എന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നെവിൻ പറയുന്നുണ്ട് എനിക്കിത് ലാലേട്ടൻ വന്നിട്ട് സാറ്റർഡേ സൺഡേ ആയിരിക്കും എടുക്കുന്നത്, എനിക്ക് എല്ലാവരുടെ ഒപ്പീനിയനും കേൾക്കണം, എനിക്ക് എല്ലാവരുടെ അടുത്തും ഇത് സംസാരിക്കണം. ഞാൻ ഇതുവരെ ഷാനവാസിന്റെ വ്യക്തിത്വത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ ആളുടെ ഒരു ക്യാരക്ടർ ഇല്ലാതാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ തിരിച്ച് എന്റെ കാര്യത്തില് എന്റെ ഫാമിലിയും എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ എന്നെ മൊത്തത്തിൽ വ്യക്തിഹത്യ ചെയ്യാണ് ഷാനവാസ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ നെവിൻ പറയുന്നത്. ഷാനവാസിന്റെ ആദ്യം തൊട്ടുള്ള ഗെയിം ഇതായിരുന്നു, ഓർമ്മയില്ല? അക്ബറിനെതിരെ നോട്ട ശരിയല്ലെന്ന് പറഞ്ഞതും, അപ്പാനിക്കെതിരെ ഒരു ഗെയിം കളിച്ചതും, ഇപ്പതാ നെവിനെതിരെ ഗെയിം കളിക്കുന്നതും എല്ലാം ഷാനവാസ് ഒരു ഗെയിം മെത്തേഡ് അതാണോ ഇനിയൊന്നും അറിയത്തില്ല നമുക്ക്. എന്തായാലും ശനിയാഴ്ച വരെ കാത്തിരിക്കാം എന്താ നടക്കുന്നതെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അല്ല, ഇതിന്റെ ഇടയ്ക്ക് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ഉണ്ടാകുന്നു കേട്ടോ. അങ്ങനെ ലക്ഷ്മിയുടെ ഫാമിലി ഒക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, കേക്ക് മുറിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തന്നെയാണ്. നാളത്തെ പ്രമോയില് നമ്മുടെ ജയിൽ നോമിനേഷൻ ആണ്. അതിന്റെ ഇടയിലും ഭയങ്കര വഴക്കുണ്ട്. പിന്നെ അതൊരു വഴക്ക് ഇവിടെ ഒരു പുത്തരിയല്ല, കാരണം എന്തിനെ വിളിച്ചാലും വഴക്ക് തന്നെയാ, വഴക്കില്ലാത്തൊരു ദോഷവും ഇല്ല. അപ്പൊ പിന്നെ വഴക്ക് തന്നെ എന്നുള്ളതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, പ്രമോയ്ക്കൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല. അപ്പം നിങ്ങളുടെ കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതുവരെയും ബൈ.